ഈ കോവിഡ് കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി മോദി പറഞ്ഞു, നിങ്ങൾ ദീപം തെളിയിക്കണം. അപ്പോൾ ആർക്കും മനസ്സിലായില്ല. എല്ലാവരും വളരെ ശകാരവർഷങ്ങളും വിമർശനവും ഒക്കെ അങ്ങോട്ട് പെയ്ത് പിറക്കി എന്ന് പറഞ്ഞ പോലെയാണ്. അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞു, പാത്രങ്ങൾ തമ്മിൽ ഇന്ന സമയത്ത് കൊട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് പറയാൻ ഇനി ഒന്നുമില്ല. എന്താ പറയാ, പൊങ്കാലയിട്ടങ്ങ് നിരങ്ങായിരുന്നു. പക്ഷെ ഇതിന് അവസാനം ഇതിൽ നിന്നെല്ലാം അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം, അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു കാര്യം, ഈ പൊങ്കാലയിട്ട പൊട്ടന്മാർക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞാൽ ഈ രാജ്യത്ത് എത്ര പേർ കേൾക്കും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം അതിലൂടെ മനസ്സിലാക്കിയെടുത്തു. അതിനനുസരിച്ചായിരുന്നു പിന്നീട് ഇങ്ങോട്ടേക്ക്, അതിന് കഴിഞ്ഞാണ് ഷട്ട് ഡൗൺ പോലും വരുന്നത്, ലോക്ക്ഡൗൺ. അപ്പോൾ അത് വരുന്നത്. അപ്പോൾ അതുപോലും നമ്മളെ ബാധിച്ചു എന്ന് വെച്ചൊരു ജനതയെ അടച്ചിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷെ നമുക്കതൊരു മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ മോദിയുടെ ഓരോ പ്രവർത്തനവും ഇത്തരത്തിൽ പല കാര്യങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ടാണ്. നമുക്കറിയാം, നോട്ട് നിരോധനം വന്നപ്പോൾ ഈ പറയുന്ന കള്ളപ്പണ ഇടപാടിനെ തടയാനാണ് എന്ന് പറഞ്ഞെങ്കിൽ അതിന് പിന്നിൽ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൊണ്ടുവരാനുള്ള വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് GST നിരക്ക് വലിയ വലുപ്പത്തിൽ അങ്ങ് കുറച്ചു. ഇതിന് പിന്നിൽ സത്യത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്താണ് മോദി? മോദി ലക്ഷ്യം വെച്ചതെന്ന് പറഞ്ഞാൽ GST നിരക്ക് കുറച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ലോക കമ്പോളത്തിന് ഒരു ആഹ്വാനം അമേരിക്ക കൊടുത്തു താരിഫിൻ്റെ രൂപത്തിൽ. അതായത് അമേരിക്ക ഞങ്ങൾ നടത്താൻ പോകുന്നു, ഇന്ത്യ എടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനകത്ത് നിന്നും ഇന്ത്യ പുറകോട്ട് പോയാൽ ഇന്ത്യയെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും, അല്ലെങ്കിൽ താരിഫിൻ്റെ രൂപത്തിൽ 25%, അത് കഴിഞ്ഞ് 50%. അതിന് പറഞ്ഞത് ഈ റഷ്യയുമായിട്ടുള്ള ബന്ധവും ചില കാര്യങ്ങളും, അല്ലെങ്കിൽ വ്യാപാര കരാറിനകത്ത് ഇന്ത്യ പിടിച്ച നിർബന്ധവും, അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ നടപ്പാക്കുന്നതിന് ഇന്ത്യ നിന്നുകൊടുത്തില്ല. എന്നാൽ നീ ഇവിടെ കച്ചവടം ചെയ്യേണ്ട, ഇവിടെ കച്ചവടം ചെയ്തില്ലേ നിൻ്റെ കച്ചവടവും കടയും നിൻ്റെ രാജ്യവും ഒക്കെ പൂട്ടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ള രീതിയിലേക്ക് ഒരു ആഹ്വാനം. ആ ആഹ്വാനത്തിന് ശേഷം അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന രാജ്യങ്ങളിലേക്ക് അതൊന്ന് പകർത്താൻ ശ്രമിച്ചു. പക്ഷെ അതൊരു പരിധിയിൽ ഏറ്റില്ല, അവരാരും ഏറ്റെടുത്തില്ല. അപ്പോൾ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനത്തിനോടൊരു കാര്യം പറഞ്ഞു, ഈ ഒരു രാജ്യവും താക്കീത് തന്നാൽ ഒരു രാജ്യത്തിൻ്റെയും താല്പര്യത്തിനനുസരിച്ചും ഒന്നും നിന്നുകൊടുക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യയല്ല നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയെ സംരക്ഷിക്കേണ്ട കടമ നമ്മൾക്കുണ്ട്, അത് ഞാൻ ഏറ്റെടുക്കുന്നു. ഈ വെല്ലുവിളി അമേരിക്കയുടെ വെല്ലുവിളി, ഈ വെല്ലുവിളി ഞാൻ ഇവിടുത്തെ കർഷകർക്ക് വേണ്ടിയും ഇവിടുത്തെ പാലുൽപാദകർക്ക് വേണ്ടിയും സാധാരണക്കാരന് വേണ്ടിയും ഏറ്റെടുക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണം. നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രം, നമ്മൾക്കിടെ സാധനം വേണ്ട എന്ന് പറയുന്നിടത്ത് മറ്റ് രാജ്യങ്ങളുടെ സാധനം വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കണം. നമ്മളുടെ ഇന്ത്യക്കകത്ത് ഇന്ത്യ ഉണ്ടാക്കുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന, അല്ലെ ഇന്ത്യക്കാരൻ്റെ വിയർപ്പുള്ള സാധനങ്ങൾ മേടിച്ചുപയോഗിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. നിങ്ങൾ കടയിൽ ചെല്ലുമ്പോൾ അത് ചോദിച്ചു വാങ്ങണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് വേറൊരു കാര്യം കൂടി, ഞാൻ ഏറ്റെടുക്കുന്നു, എൻ്റെ ഇന്ത്യക്കാർ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞതും നിന്റെ കമ്പോളം ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, ഞങ്ങൾക്കിത് കച്ചവടം ചെയ്യാൻ അറിയാം, ഞങ്ങളിത് തരണം ചെയ്യുമെന്ന് പറഞ്ഞാൽ പ്രജിത ഇത് തരണം ചെയ്യുമെന്ന് പ്രജിത ഒരു കാര്യത്തിനകത്ത് പറയണമെങ്കിൽ പ്രജിതയ്ക്ക് അതിനകത്ത് ബോധ്യം വരണം. ആ ബോധ്യം വരണമെങ്കിൽ പ്രജിതയുടെ മാത്രം കയ്യിൽ നിൽക്കുന്ന ഒരു സംവിധാനം അതിനകത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന് ഉള്ള ഒരു കഴിവുണ്ടാവണം, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനം. ആ സംവിധാനം ഇവിടെ ഉള്ളത്. വേറെ രാജ്യത്തെ നോക്കി നമുക്ക് എന്തുവാനും തൽക്കാലം പറയാൻ പറ്റത്തില്ല ഞങ്ങളിതിനെ അതിജീവിക്കുമെന്ന്. ആദ്യം നമ്മുടെ രാജ്യത്തിനകത്ത് നോക്കിയേ നമുക്ക് പറയാനൊക്കത്തുള്ളൂ ഞങ്ങളിതിനെ അതിജീവിക്കും. പിന്നെ നമുക്ക് പറയാം ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് മാറി യൂറോപ്പിലോട്ട് ഞങ്ങൾ പോകും, GCC രാജ്യങ്ങളിലോട്ട് ഞങ്ങൾ കയറ്റുമതി, അത് നമുക്ക് സെക്കൻഡ് സ്റ്റേജാണ്. പക്ഷേ ആദ്യത്തെ സ്റ്റേജിൽ ഉറപ്പോടുകൂടി പറയണമെങ്കിൽ ഇവിടെ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെയുള്ള അതിനെ അതിജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. അതാണ് നമ്മുടെ ജനത്തിനോട് പ്രധാനമന്ത്രി പറഞ്ഞത്. അതാണ് ഇന്ന് ആ ജനം ഏറ്റെടുത്തത്. ഇത് പലവട്ടവും ഇവിടുത്തെ ജനം ഏറ്റെടുത്തിട്ടുണ്ട്. ഇല്ലായ്മ കാലത്ത് ഏറ്റെടുത്തിട്ടുണ്ട്, വളരെ പുറകോട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനിപ്പോൾ അതിനുള്ള ആക്കം കൂടുതലാണ്.
പണ്ടും തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള സമയത്തും അരിതറത്തിൽ എന്ന് പറയുന്ന സമയത്തിന് പട്ടിണി കിടന്ന് നമ്മുടെ രാജ്യം ഈ അമേരിക്കയുടെ വെല്ലുവിളി ഏറ്റെടുത്താണ്. വാജ്പേയിയുടെ കാലത്ത് നമ്മൾ അണുപരീക്ഷണം നടത്തിയപ്പോൾ അവന് മാത്രമേ നടക്കത്തുള്ളൂ, അതുകൊണ്ട് ബാൻ ഏർപ്പെടുത്തിയ സമയത്ത് നമ്മളിവിടെ അതിനെ അതിജീവിച്ച് നമ്മൾ ഈ പറയുന്ന ബഹിരാകാശ സംവിധാനത്തിലും അല്ലെങ്കിൽ മറ്റ് പല IT മേഖലയിലും ഒക്കെ പുരോഗതി ഉണ്ടാക്കി. നമ്മുടെ കൂടെ നിന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനുശേഷം ഇങ്ങോട്ട് ഒരിക്കലും സഹായിച്ചിട്ടൊന്നുമില്ല. ഇപ്പം ഇവനൊക്കെ ഇപ്പോഴും വരട്ടാൻ നോക്കി, വരട്ടിയിട്ട് ഈ പറയുന്നത് പോലെ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുത്തു, അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുത്തു നിന്റെ. അപ്പോൾ ലോകത്ത് ചർച്ചയാ. ദീപാവലിക്ക് മുമ്പുള്ള നവരാത്രി ഉത്സവത്തിന് ഈ ഈ GSTയുടെ കാര്യത്തിനകത്ത് തീരുമാനം അല്ലെങ്കിൽ കുറവ് വന്നു, വാങ്ങിച്ചോടാൻ പറഞ്ഞു, വാങ്ങണമെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ കടക്കാരെടുത്ത് പറഞ്ഞു, നിങ്ങൾ വരുന്ന ഉപഭോക്താക്കൾക്ക് നമ്മളുടെ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഇന്ത്യക്കകത്ത് ഇന്ത്യക്കാരൻ്റെ വിയർപ്പുള്ള മേക്ക് ഇൻ ഇന്ത്യ അല്ല മെയ്ഡ് ഇൻ ഇന്ത്യ സാധനം മേടിക്കാൻ പറഞ്ഞു. അവൻ കമ്പോളത്തിലിറങ്ങി സാധനം മേടിച്ചു. ഇതുവരെ ഇല്ലാത്ത ഓണം ഉള്ള ഒരു വാങ്ങൽ ഈ പറയുന്നത് പോലെ നടന്നു, അല്ലെങ്കിൽ അത് ലോകത്ത് വലിയ ചർച്ചയായി, റെക്കോർഡായി. ഇതിനുശേഷം ഇനിയും തുടങ്ങുകയാണ്. നവരാത്രി ഉത്സവം തുടങ്ങി, അതിനുശേഷം വലിയൊരു ഉത്സവം വരികയാണ്, ദീപാവലി ഉത്സവം. പല രാജ്യങ്ങളെയും പാഠം പഠിപ്പിച്ചിട്ടുള്ള ഉത്സവമാണ് ദീപാവലി. നമുക്കറിയാമല്ലോ, പണ്ട് നമ്മുടെ അതിർത്തിയിൽ പ്രശ്നം വന്നപ്പോൾ ചൈനയുടെ സാധനം വേങ്ങണ്ട, പടക്കം വേണ്ടി ദീപാവലി പൊട്ടിക്കേണ്ടെന്ന് പറഞ്ഞപ്പം ചൈന കമ്പോളം പൂട്ടി. പൂട്ടിയെന്ന് പറഞ്ഞാൽ 50,000 കോടി രൂപയുടെ ഒരു ദിവസം വെച്ച് നഷ്ടം വന്നു. അതിനുശേഷം ചൈനയ്ക്ക് ആ കമ്പോളത്തിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് പല സാധനങ്ങളും വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിന്ധുവിന് ശേഷം പല രാജ്യത്തിനകത്തെയും സാധനം ഇവിടെ വേണ്ടാന്ന് തീരുമാനിച്ചായിരുന്നല്ലോ. നമ്മുടെ സാധനം അവൻ്റെ ആപ്പിൾ, തുർക്കിയുടെ ആപ്പിൾ, അല്ലെങ്കിൽ അവൻ്റെ പല ബിസിനസ്സുകൾ, മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യക്ക് ഇതിന് കഴിയും, ഇന്ത്യക്കാരൻ തീരുമാനിക്കും ഇന്ത്യക്കെതിരെ നിൽക്കുന്ന രാജ്യത്തെ എന്ത് ചെയ്യണം. ഇപ്പം ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ സാധനം മേടിക്കേണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് തന്നെ മേടിക്കാനുള്ളതേ ഉള്ളൂ. ഞങ്ങൾ മേടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരാനുള്ളത് ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാങ്ങലും കാര്യങ്ങളും ഒക്കെ ആയി. അതായത് എക്കണോമിക്കൽ ഗ്രോത്തിന് തടയിടാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ച അമേരിക്ക അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തിടത്ത് ഒരു വലിയ തിരിച്ചടിയാണ്. ആ കമ്പോളം ഇവിടെയുണ്ട്. അന്ന് ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ കളിക്കേണ്ട, അവർക്ക് അവിടെ കമ്പോളമുണ്ട്. ലോകത്തെ തന്നെ 50% വരുന്ന കമ്പോളത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കകത്ത് ആ കമ്പോളവും അതിനകത്ത് 140 കോടി ജനമുണ്ട്. അതുകൊണ്ട് അവരോട് മത്സരിക്കാൻ നിന്നാൽ ആ മത്സരത്തിൽ നമ്മൾ തോറ്റുപോത്തേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തെ ആൾക്കാർക്ക് വേണ്ട സാധനം പിന്നെ നമുക്ക് വേറെ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയില്ല. അതിൻ്റെ താരിഫ് കൂട്ടിയാൽ അവർക്ക് അത്രയും വാങ്ങൽ ശേഷിയില്ല. അവർക്ക് അവിടെ പണപ്പെരുപ്പത്തിൻ്റെ പ്രശ്നം ഉണ്ടാകും. ഇതൊക്കെ ഇപ്പോൾ ശരിയാവുന്ന അവസ്ഥയിലേക്ക് കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് ഇനിയും ഇപ്പോഴത്തെ അടുത്ത ഓണം വരെയുള്ള ഒരു അസസ്മെൻറ്റ് വെച്ച് തന്നെ ഏതാണ്ട് 40-50% വർധനവ് വീണ്ടും ഉണ്ടാവുമെന്ന്. വലിയ വലിപ്പത്തിൽ കച്ചവടം നടക്കും. ഇപ്പൊ തന്നെ ഏതാണ്ട് 40% വർധനവുണ്ട്. അത് വീണ്ടും അത് അതേ രീതി നിൽക്കുന്ന, അത് കൂടുതലായിട്ടൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നില്ല. അങ്ങനെ നിന്നാൽ തന്നെയും വലിയ വർധനവാണ്, വലിയ ഭീമമായിട്ട്. അപ്പോൾ അതൊരു വലിയ രീതിയിലേക്ക് ബൂമിങ്ങിലേക്ക് പോകുന്നു. ഇതിപ്പം ഈ ദീപാവലി ആകുമ്പോഴത്തേന് അല്ലെങ്കിൽ തന്നെ എങ്ങനെ സാധനം മേടിക്കും. ഇപ്പൊ ഈ ഇളവും കൂടെ വരുമ്പോൾ പിന്നെ ഈ ഇളവിന്റെ കൂടത്ത് ഉത്സവത്തിനകത്ത് ഓഫർ കൂടെ കൊടുക്കുക. ഇത് അവരങ്ങ് ആഘോഷിക്കുക. കാരണം ഒരു അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഒരു സാധനത്തിന് ഒരു ബൂമിങ് വന്നു കഴിഞ്ഞാൽ അതങ്ങ് ഭയങ്കരമായിട്ട് വരും. അപ്പം ഇത് വലിയ രീതിയിൽ ഇവിടെ എന്തും കച്ചവടം ചെയ്യാൻ പറ്റും. അമ്പലം കച്ചവടം ചെയ്യാൻ പറ്റും. യോഗി കാണിച്ചു തന്നിട്ടില്ലേ? അമ്പലം കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ? അവിടെ അതിന് വേണ്ട സൗകര്യം ഒരുക്കി കഴിഞ്ഞാൽ ഇപ്പോൾ രാമക്ഷേത്രത്തിൽ യോഗി ഒരുക്കിയ സൗകര്യം അനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു ദിവസം വരുമാനം എത്ര ഉണ്ടെന്നറിയാം. അവിടെ ഏറ്റവും അധികം വിൽപ്പന നടത്തുന്ന മുസ്ലിം സഹോദരങ്ങളാണ്. അതൊന്നും ഒരു പ്രശ്നമല്ല. അതൊന്നും യോഗിയുടെ ആശ്രമത്തിൽ 400 ജോലിക്കാരില്ല, 350 പേര് മുസ്ലിങ്ങളാണ്. യോഗിയും ഇവർ ഈ പറയുന്ന തിരുത്തലുകളില്ല. ഈ കഴിഞ്ഞ ദിവസം RSS പറഞ്ഞു കേട്ടില്ലേ, ഇന്ത്യയിലുള്ള മൊത്തം ഹിന്ദുക്കളാണ്. അതിനകത്ത് ഹിന്ദു എന്താണെന്ന് അറിയുന്ന ഹിന്ദുക്കളുണ്ട്, ഹിന്ദു എന്താണെന്ന് വളരെ വ്യക്തതയില്ലാത്ത ഹിന്ദുക്കളുണ്ട്, ഹിന്ദു വേണ്ടാന്ന് അല്ലെങ്കിൽ ഒന്നും അറിയാതെ ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കുക ജന്മം കൊണ്ട് ഹിന്ദുവായിട്ടും ഹിന്ദുവിനെ എതിർക്കുന്ന ഹിന്ദുക്കളുണ്ട്. അതിനകത്തായി ഈ പറയുന്ന മതമൂല്യവാദികൾ വരുന്നത്. ഇന്ത്യ സംസ്കാരം ഇതൊരു സംസ്കാരമാണ്. അപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നവർ മൊത്തം അതുകൊണ്ടാണ് നമ്മുടെ സിന്ധുവിൻ്റെ വിഷയം വന്നപ്പം ഇവിടുത്തെ രാജ്യസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങൾ പറഞ്ഞ് ഇവിടെ വന്ന് തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ ഒരു ജാതിയും മതവും പറയണ്ട, അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം അതാണ് ഈ പറയുന്നത് പോലെ
അവിടെ ആര് കച്ചവടം ചെയ്തോട്ടെ, ആര് പ്രശ്നം നടത്തിക്കോട്ടെ, അവർ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിക്കോട്ടെ, അതങ്ങനെ വിചാരിച്ച് ജീവിച്ചോട്ടെ. പക്ഷേ അവൻ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യ സ്നേഹിക്കുന്നവനായിരിക്കണം. ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതുന്നത് ഇന്ത്യക്കകത്ത് ഇന്ത്യ തച്ചുടയ്ക്കുന്നതിനും അല്ലെ ഇന്ത്യക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിനും ഇന്ത്യ തീർക്കുന്നതിനും വേണ്ടിയുള്ള ഐ ലവ് മുഹമ്മദ് ആണെങ്കിൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള മാനസികാവസ്ഥയേ ഉള്ളൂ. അല്ലാതെ ജാതി മതവും ഏതവനെയും സ്വീകരിക്കുന്ന മാനസികാവസ്ഥയുള്ള ഒരു സംസ്കാരത്തിനാണ് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഭാരതീയ സംസ്കാരവും. ആ സംസ്കാരം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ പറയുന്നതൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല. ഇത് വേറെ എങ്ങോട്ടും വന്നതല്ലല്ലോ. ഇവിടെ തന്നെയുള്ള ഹിന്ദു കൺവെർട്ടായി ക്രിസ്ത്യാനി ആയതും ഹിന്ദു കൺവെർട്ടായി മുസ്ലിം ആയതും ഒക്കെയാണ്, അല്ല വെളിയിൽ നിന്ന് വന്നതൊന്നുമല്ല. അടിസ്ഥാനപരമായിട്ട് ഇതിനെല്ലാം ഒരേ അച്ചു തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഈ രീതിയിലേക്കുള്ളൊരു മാറ്റം, ഈ രീതിയിലേക്കുള്ളൊരു രീതി മോദി പറഞ്ഞപ്പോൾ കേട്ടു. അതായത് അമേരിക്ക തോൽപ്പിച്ചാലും യൂറോപ്യൻ യൂണിയൻ തോൽപ്പിച്ചാലും ഈ ട്രംപ് പറഞ്ഞിട്ടുള്ള G7 രാജ്യങ്ങൾ തോൽപ്പിച്ചാലും ആര് തോൽപ്പിച്ചാലും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു ഇന്ത്യ അത്തരത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു ഇന്ത്യ, അത്തരത്തിൽ എക്കണോമിക്കൽ ഗ്രോത്തിലുള്ള ഒരു ഇന്ത്യ, അത്തരത്തിൽ സാങ്കേതിക വിദ്യയിൽ പുരോഗതിയിലുള്ള ഒരു ഇന്ത്യ, അത്തരത്തിൽ ബഹിരാകാശ പുരോഗതിയിലുള്ള ഇന്ത്യ, അത്തരത്തിൽ ലോകത്തിൻ്റെ ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ചൈനയെ മറികടത്ത് പോകുന്ന ഒരു ഇന്ത്യ, അത് കാണിച്ചു കൊടുക്കുന്നു. ആ തോൽപ്പിക്കാൻ ആരുമില്ല, തോൽക്കാൻ ഇന്ത്യ തയ്യാറുമല്ല എന്നുള്ള രീതിയിലേക്കുള്ള ആദ്യപടിയായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന GSTക്ക് ശേഷമുള്ള കച്ചവടം സൂചിപ്പിക്കുന്നത്. അത് ജനം ഏറ്റെടുക്കുന്നു. ഇന്ത്യയുടെ വിഷയം എന്ന് പറഞ്ഞ് ഒരു ആഹ്വാനം കൊടുത്താൽ, ആദ്യം പറഞ്ഞതുപോലെ കൊട്ടാൻ പറഞ്ഞപ്പോൾ പാത്രം കൊട്ടാൻ പറഞ്ഞപ്പോൾ പാത്രം കൊട്ടി, വിളക്ക് കത്തിക്കാൻ പറഞ്ഞപ്പോൾ വിളക്ക് കത്തിച്ചു. അതെന്താണെന്നറിയോ? ആ ഭരണാധികാരിയോട് ആ രാജ്യത്തിൻ്റെ ജനത്തിന് ഒരു കാര്യം പറഞ്ഞാൽ എത്രത്തോളം കൂറുണ്ട് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ജനത്തിന് ബോധ്യം വരുന്നുണ്ടോ, താല്പര്യപ്പെടുന്നുണ്ടോ, അവർക്ക് അനുഭവിക്കാൻ സാധ്യതയുണ്ടോ, അവർക്കതിനകത്ത് തൃപ്തിയുണ്ടോ എന്നുള്ളതാണ് മോദി പരീക്ഷിച്ചത്. ഉണ്ട്. അതുകൊണ്ടാണ് ഭൂരിപക്ഷം പേരും അന്ന് വിളക്ക് കത്തിച്ചത്. അതുകൊണ്ടാണ് ഭൂരിപക്ഷം പേരും പാത്രം കത്തിച്ച്. ഇവിടുത്തെ സുഡാപ്പികൾ പറഞ്ഞതുപോലെ വിളക്ക് കത്തിച്ചുകൊണ്ട് കൊറോണ പോകുമെന്ന് വിചാരിച്ച് കത്തിച്ചതല്ല, പാത്രം കൊട്ടിയത് കൊറോണ പോകുമെന്ന് പറഞ്ഞ് കൊട്ടിച്ചത്. ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കത്തിച്ചതും കൊട്ടിയതുമൊക്കെയാണ്. അതിനുശേഷമാണ് ലോക്ക്ഡൗൺ വിജയിക്കുമെന്നറിയാണ് ആ പരീക്ഷണം അദ്ദേഹം നടത്തിയത്. ലോക്ക്ഡൗൺ അതിനുശേഷം ആഹ്വാനം ചെയ്തപ്പോൾ ഈ ജനം ഒന്നടങ്കം ഏറ്റെടുത്തില്ലേ? അതുപോലെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഏറ്റെടുക്കും. ഏറ്റവും അവസാനം രക്ഷിക്കണം ഇന്ത്യയെ, നമ്മൾ നമ്മുടെ സാധനം മേടിക്കണം, നിങ്ങൾ കാണിച്ചു കൊടുക്കണം, നമ്മളെ തോൽപ്പിക്കുന്നതിൻ്റെ മുമ്പിൽ നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ കാണിച്ചു. അത് നവരാത്രി ഉത്സവത്തിന് തുടങ്ങി ദീപാവലി വലിയ ആഘോഷമായിട്ട് അതൊരു താക്കീതായിട്ട് ലോകം ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതുതന്നെയാണ് ഇന്ത്യയെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് മാത്രമേ കഴിയൂ. അതിന് വല്ല ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല.